മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ച ഇപ്പോഴും കടുപ്പത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ വി ഡി സതീശൻ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പദമല്ലാതെ വേറൊന്നും താൻ സ്വീകരിക്കത്തില്ല, അതിൽ കുറഞ്ഞതൊന്നും എനിക്ക് വേണ്ട എന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ട്. സതീശന് അത് പറയാനുള്ള യോഗ്യതയും ഉണ്ടെന്ന് നമുക്ക് കരുതാം. അപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. അപ്പം കുപ്പായം തയ്ച്ചിരിക്കുന്ന വേറെ രണ്ടുപേരുണ്ടല്ലോ, KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും. അപ്പം അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം എന്തായാലും ഇന്നാണ് ചർച്ച നടക്കാൻ പോകുന്നത്. സത്യത്തിൽ ഇതൊരു വല്ലാത്ത ദുരവസ്ഥയാണ്. കാരണം ഇതിനെ ആദ്യം നമുക്ക് പൊളിറ്റിക്കൽ ആസ്പെക്ട് എന്നുള്ള നിലയിൽ നിന്ന് നോക്കിക്കാണാം. ഈ ബാക്കി ഇതിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന രണ്ട് പേര്, ഈ KC വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും എന്ത് അർഹതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത്. ഇന്നലെയും കൂടെ അത് ചർച്ച ചെയ്തു. അതെ, എന്ത് അർഹതയുണ്ട് ഇവർക്ക്? ഈ പറയുന്ന നമുക്കെല്ലാവരും രാഷ്ട്രീയമായി നമ്മൾ പലപ്പോഴും വി ഡി സതീശനെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അത് ഒരു പൊളിറ്റിക്കൽ ലൈനാണ്. ഇതൊരു നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വി ഡി സതീശൻ കഴിഞ്ഞ ഇത്രയും കാലം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 5 വർഷക്കാലം കൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന സാഹചര്യത്തിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു 5 വർഷക്കാലം അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് സംഘടനാപരമായി അല്ലെങ്കിൽ മുന്നണി ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോരുന്നതിനും മറ്റു മുന്നണികളുമായി തുറന്ന് ചർച്ച ചെയ്യുന്നതിനും പുതിയ ആളുകളെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലേക്ക് കൊണ്ടുവരികയും പിന്തുണ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും കൊണ്ടുപോയ ഒരു നേതാവ് തന്നെയാണ് ഈ പറയുന്ന വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെ സതീശനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും അർഹത അദ്ദേഹത്തിന് തന്നെയാണ്. അത് നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്. നമുക്ക് വെറുതെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം എന്ത് ചെയ്തു KC വേണുഗോപാൽ? ഇത് 5 വർഷം, ഇപ്പം ഇത്രയും കാലമായി, 2 വർഷക്കാലമായിട്ട് കേരളത്തിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന് MP ആണ്. എന്ത് കുന്തം ഇവിടെ ചെയ്തത്? ഇപ്പോൾ എന്ത് കാര്യം ചെയ്തു? ഇവിടെ KC പറയുന്നത് KC ആണ്, ശരിയായിരിക്കാം. ഒരു പക്ഷേ സുധാകരൻ അമ്പലപ്പുഴ പിടിക്കാൻ വേണ്ടി സുധാകരനെ കൊണ്ടുവന്ന് സുധാകരനുമായി രഹസ്യ ചർച്ച നടത്തിയത് KC വേണുഗോപാലാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അത് KC തന്നെയാണ് അത് പരിശ്രമിച്ചത്. ഈ പറയുന്ന പോലെ കുഞ്ഞികൃഷ്ണനെ നിർത്താനും TK ഗോവിന്ദൻ മാസ്റ്ററെ നിർത്താനും ഒക്കെ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇദ്ദേഹം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക്, ആ 3 സീറ്റിനപ്പുറത്തേക്ക് ബാക്കി 60 സീറ്റുകൾ വിജയിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണ്? KC വേണുഗോപാൽ അല്ല. അതിനകത്ത് ബാക്കി 60 സീറ്റുകൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തതും പ്രവർത്തിച്ചതും സതീശൻ തന്നെയാണ്. സതീശൻ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല. കാരണം സതീശൻ പറഞ്ഞ കള്ളങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ കള്ളങ്ങൾ പലതവണ കള്ളം പറയുമ്പോൾ നമുക്ക് ഒരു തവണയെങ്കിലും നമ്മൾ ആ കള്ളം വിശ്വസിച്ചു പോകും. അത് സത്യമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. ആ രീതിയിൽ സതീശൻ കള്ളം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാസ്തവമാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് സതീശൻ കള്ളം പറഞ്ഞത്? അധികാരത്തിലേക്ക് പാർട്ടി തിരികെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് കള്ളം പറഞ്ഞത്. ശരി, അതൊരു എന്തിനു വേണ്ടി? ഒരു 10 വർഷമായിട്ട് പാർലമെന്ററി രംഗത്ത് അധികാരമില്ലാതെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവസാന വട്ടം അധികാരം പിടിക്കാൻ വേണ്ടി കള്ളം പറയാം, തെറ്റില്ല. കാര്യം ഇത് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് കള്ളം പറയാം. കള്ളം പറഞ്ഞു, അങ്ങനെ കള്ളം പറഞ്ഞു. സതീശൻ പറഞ്ഞ കള്ളങ്ങളിൽ കുറേയൊക്കെ പൊതുജനം വിശ്വസിക്കുകയും ചെയ്തു, വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു, അതുകൊണ്ട് വിജയിക്കുകയും ചെയ്തു. എന്നാൽ ബാക്കി 2 പേര് എന്ത് ചെയ്തു? ഈ രമേശ് ചെന്നിത്തലയാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും എന്ത് ചെയ്തു? ഈ പറയുന്ന മുന്നണി ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇവർക്ക് പോട്ടെ, ആടി ഉലഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാണി ഗ്രൂപ്പിന്. ആ മാണി ഗ്രൂപ്പിനെ ഒപ്പം നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു കൈ നടത്തിയോ? ഇല്ല. അപ്പോഴും റോഷി അഗസ്റ്റിന്റെ ഒരു താൻ പോരിമ കാരണമാണ് ആ ഒരു എന്താ പറയുക, ഇവർ ഇതിനകത്തേക്ക് കടക്കാതിരുന്നത്. ജോസ് കെ മാണി UDF മടങ്ങി എത്താതിരുന്നത് കാരണം എന്ന് പറയുന്നത് റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിൻ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം റോഷി അഗസ്റ്റിന് കരുതി വെച്ചിരുന്നത് ഇവിടെ LDFന് വീണ്ടും ഭൂരിപക്ഷം ഉണ്ടാവുകയും റോഷിക്ക് വീണ്ടും മന്ത്രിയായി മാറാൻ കഴിയും എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ റോഷി വിശ്വസിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇതിലെല്ലാം കൊണ്ടു നടക്കാനും ഇവരുമായിട്ടെല്ലാം കൃത്യമായി ചർച്ചകൾ നടത്താനും PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കാനും നമ്മുടെ ഈ ലീഗിൻ്റെ ആയിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ലീഗ് എന്നേ പോയേനേന്നേ ഈ KC വേണുഗോപാലൊക്കെ ആയിരുന്നു നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചെന്നിത്തലയായിരുന്നു നിന്നിരുന്നെങ്കിൽ എന്നേ ഇവർ കളഞ്ഞിട്ട് ലീഗ് ഈ മുന്നണി മാറിയേനെ. ലീഗ് LDF ആയിട്ട് കൈ കോർത്തേനെ. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയിൽ നിന്നിട്ടാണ് ലീഗിനെ പോലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇത്തവണ 10 വർഷമായിട്ട് അധികാരമില്ലാതെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തവണ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കില്ലായിരുന്നു. തീർച്ചയായിട്ടും തയ്യാറെടുക്കും. അവിടെ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് സതീശൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അങ്ങനെ ഒരു ശ്രമം ഈ KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നോ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇപ്പം സുധാകരൻ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത് എന്താവശ്യത്തിനാണ്? എന്താ കാര്യം? അതായത് വി ഡി സതീശനോടുള്ള വ്യക്തിപരമായ എതിർപ്പാണ് സുധാകരനുള്ളത്. വ്യക്തിപരമായിട്ട് നമുക്കറിയാം. സമരാഗ്നി സമയത്ത് സുധാകരൻ അദ്ദേഹത്തെ ചീത്ത വിളിച്ചൊക്കെ നമുക്കറിയാം.
അപ്പം ഇതെല്ലാം ആ ഒരു പിന്നെ വിഭാഗീയത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പാർട്ടിയെ ഇത്രത്തോളം വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് എന്നുള്ള നിലയിൽ വി ഡി സതീശൻ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഒന്നിലേക്ക് വി ഡി സതീശൻ തന്നെയാണ് അർഹൻ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്തിനേറെ പറയാം, നമ്മുടെ കർണാടകയിൽ പോലും ഈ എടുത്ത ഡി കെ ശിവകുമാർ പിന്നെ രാവന്തിയോളം പകൽ പണിയെടുത്തു. ഏറ്റവും ഒടുവിൽ സിദ്ധരാമയ്യ വന്ന് സ്കോർ ചെയ്ത് കൊണ്ടുപോയി. ഈ ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ആ നിലയ്ക്ക് കാര്യങ്ങൾ. അതുകൊണ്ട് സതീശനെടുത്ത നിലപാട്, മുകുൾ വാസ്നിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അജയ് മാക്കൻ ഉണ്ടായിരുന്നു. ഇപ്പം ഇവർ രണ്ടുപേരും പിന്നെ നിരീക്ഷകരായിരുന്നു. അവരോട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാനില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ മറ്റൊരു വകുപ്പ് ഏറ്റെടുത്തൊരു മന്ത്രി എന്നുള്ള നിലയിൽ ആ സഭയിൽ തുടരാൻ ഞാൻ ഇല്ല എന്നുള്ള കാര്യം അഡമന്റ് ആയിട്ട് പറയാൻ വി ഡി സതീശന് കഴിഞ്ഞത് സതീശന്റെ നിലപാടെന്നുകൊണ്ട് മാത്രമാണ്. അതിൽ ഇനി ഒരു മാറ്റവും വരത്തില്ല. അതിൽ മാറ്റമൊന്നും വരാനൊന്നും പോകുന്നില്ലെന്നേ. കാര്യം എന്താന്ന് പറഞ്ഞാൽ സതീശൻ അങ്ങനെയാണ്. സതീശൻ പലപ്പോഴും പറഞ്ഞല്ലോ, സതീശൻ പിണറായി വിജയനെ കണ്ടുപിടിക്കുകയായിരുന്നു. പിണറായി വിജയൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും അത് സതീശൻ തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണല്ലോ. അതിനനുസരിച്ച് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള സതീശൻ പിൻവലിയത്. സതീശൻ പിൻവലിഞ്ഞുകൊണ്ട്, സത്യം പറഞ്ഞാൽ സതീശൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിൻവലിഞ്ഞുകൊണ്ട് ഏതെങ്കിലും വെച്ച് നീട്ടുന്ന ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് അധപ്പതിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഒരു വിജയത്തിന് വേണ്ടി പണിയെടുക്കാത്ത രണ്ടുപേര് മുഖ്യമന്ത്രി സ്ഥാനത്തും ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനത്തും ഇരിക്കുന്ന സമയത്ത് ഇത് വിജയിക്കാൻ വേണ്ടി രാപകല് അധ്വാനിച്ച് നമ്മൾ ഒരു അദ്ദേഹം ഈ പറയുന്ന പുതിയുഗ യാത്ര കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ വെയിറ്റ് 4-5 കിലോ ഭാരം കുറഞ്ഞു അദ്ദേഹത്തിൻ്റെ, നമ്മൾ കേട്ടതാണ്. സാധാരണ ഇതിൽ വി ഡി സതീശനെ കാണുന്ന പോലെയല്ല, അദ്ദേഹം ക്ഷീണിതനായിരുന്നു. സതീശൻ ക്ഷീണിതനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖമെല്ലാം ആകപ്പെടെ കരുവാളിച്ച് ആ ഒരു അവസ്ഥയിൽ വി ഡി സതീശൻ നിൽക്കുന്നുണ്ട്. ഇതിൽ പിന്നെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കെ സി വേണുഗോപാലിന്റെ ഈ ഒരു ദുരവസ്ഥ ഉണ്ടായോ? ഇല്ല. ഏറ്റവും ഒടുവിൽ 8 കാലി മൂഞ്ഞ് ചമഞ്ഞുകൊണ്ട് ഇത് പിന്നെ ഈ വിജയത്തെ അടിച്ചെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് വെച്ച് നീട്ടുന്ന ആ ഒരു ഇത് വെച്ച് നീട്ടി നിൽക്കരുത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഇവരെ പറയുന്നത് ഇപ്പോൾ കെ സി അതിനുവേണ്ടി പിടിക്കുന്ന 45 MLA-മാരുടെ പിന്തുണ, 45-46 MLA-മാരുടെ പിന്തുണ ഇപ്പോൾ കെ സി വേണുഗോപാലിനുണ്ട് എന്ന് കെ സി അവകാശപ്പെടുന്നുണ്ട്. അല്ല, അങ്ങനെ തന്നെയാണ് താനും. എന്നാൽ 25 വീതം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന 63 MLA-മാരാണുള്ളത്. അതിൽ 45 പേരുടെയും 45 പേര് പിന്തുണ അറിയിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലിനാണ്. ബാക്കി ഉള്ളവരാണ് ഈ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളത്. ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇവരെ സംബന്ധിച്ച് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ 8 സീറ്റിൽ മത്സരിച്ച് 7 സീറ്റ് അവരുടെ ഉണ്ട്, 7 MLA-മാർ അവരുടെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ 27 സീറ്റ് മത്സരിച്ച് 22 MLA-മാർ ലീഗിന്റെ ഉണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നാൽ പോരെ? ഈ 25-ഉം പിന്നെ 8 ഏകദേശം 27-ഉം എത്രയായി? 32-ഉം ഇതും കൂടെ ചേർത്താൽ പോരെ? അപ്പൊ ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഏകദേശം തീരുമാനമായില്ലേ, പിന്നെ എന്തിന് പിന്നെ ഈ കെ സിയുടെ കാര്യം നടക്കണം? അപ്പം അത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഘടകകക്ഷികളും ഇപ്പം പിന്നെ RSP അടക്കമാണ്. RSP മുൻപത്തെ പോലെയല്ല. RSP ഷിബു ബേബി ജോണിന്റെ കയ്യിലേക്ക് എത്തി, എൻ്റെ ഒരു പവർ എത്തിക്കഴിഞ്ഞപ്പോൾ RSP മാറിക്കഴിഞ്ഞു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ചവറ കിട്ടി, കുന്നത്തൂര് കിട്ടുന്നു, ഇവിടെ നമ്മുടെ ഇരവിപുരം പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു പൊതു സ്വതന്ത്രം എന്നുള്ള നിലയിൽ നിർത്തിയിരിക്കുന്ന പിന്നെ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ നിന്ന് ജയിക്കുന്നു. അപ്പൊ മൊത്തം 4 സീറ്റ് അവരുടേതുണ്ട്. 5 മറ്റോ മത്സരിച്ചു. അപ്പൊ അതിൽ 4 അവർ പിടിച്ചു. ഏകദേശം 80ഓളം വരുന്ന സ്ട്രൈക്ക് റേറ്റ് അവർക്കുണ്ട്. അപ്പം RSPയുടെ പിന്നെ MLA-മാരുണ്ട്, മുസ്ലിം ലീഗിന്റെ MLA-മാരുണ്ട്, കേരള കോൺഗ്രസിന്റെ MLA-മാരുണ്ട്. അങ്ങനെ 3 രാഷ്ട്രീയ ഘടകകക്ഷികളുടെ MLA-മാരും പിന്തുണയ്ക്കുന്ന വി ഡി സതീശനെയാണെന്നേ. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടി അതിനകത്തുണ്ട്. അപ്പൊ ഈ പറയുന്ന ഇത്രയും പേരുടെ പിന്തുണ കണ്ടില്ല എന്ന് നടിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഹൈക്കമാൻഡിന് അങ്ങനെ പിന്നെ വി ഡി സതീശന് വേണ്ടിയിട്ടാണ് ലീഗ് നിൽക്കുന്നത്. ലീഗ് അതോടൊപ്പം തന്നെ RSP ആണെങ്കിൽ തന്നെയും ഈ പറയുന്ന കേരള കോൺഗ്രസ് ഇവർ നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് വെറും 45 MLA-മാരുടെ മാത്രം പിന്തുണയുള്ള പിന്നെ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുക? അങ്ങനെ അതിനെ അംഗീകരിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല കഴിയുമെന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇനിയിപ്പോൾ സോണിയാഗാന്ധി തീരുമാനിക്കുമായിരിക്കും. ഇപ്പം രമേശ് ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി സോണിയാഗാന്ധിയാണ് തീരുമാനം എടുക്കുന്നത്. കാര്യം അത് ഇതുപോലെ ചർച്ചയിൽ വന്നതാണ്. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി ചിലപ്പോൾ തീരുമാനിച്ച് ചിലപ്പോൾ വി ഡി സതീശൻ ആയേക്കാം. ഇന്ന് രാത്രി എല്ലാവരും കൂടെ ഡൽഹിക്ക് പോവാണ് തീരുമാനമാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് അജയ് മാക്കാനും ഈ പറയുന്ന മുകുൾ വാസ്നിക്കും ഇവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ട്, ഡൽഹിക്ക് പോയിട്ടുണ്ട്. അപ്പം ഇനി അവിടെ പോയി ഹൈക്കമാൻഡുമായി ചർച്ച വെക്കുന്നു, ഇവരെ അവിടെ കൊണ്ടുവന്ന് ചർച്ചിച്ചിട്ട് ഏറ്റവും ഒടുവിൽ നിങ്ങൾ മുഖ്യമന്ത്രി ആവുക എന്ന് പറയുന്ന ഒരു സൊല്യൂഷനിലേക്ക് ഒടുവിൽ എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ആർക്ക് നിറക്ക് വീഴും എന്നുള്ളതാണ് ഇപ്പോഴും സംശയം. പിന്നെ മറ്റൊരു ആസ്പെക്റ്റ് കൂടി പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഇവിടെ 2016 മുമ്പ് 2011 ആ സമയത്ത് നമുക്കറിയാവുന്ന പോലെ VS അച്യുതാനന്ദൻ
വിജയിക്കുന്ന ഒരു കാലം ഉണ്ടായി. വി എസ് അച്യുതാനന്ദൻ ജയിക്കുന്നു, അന്ന് പാർട്ടി ജയിച്ചു. പണ്ട് പറഞ്ഞു കേട്ടുള്ളത് വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോക്കും, പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോക്കും എന്ന് പറയുന്ന ഒരു പൊതു സിദ്ധാന്തം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വി എസ് അച്യുതാനന്ദൻ അധികാരത്തിലേക്ക് 2006 കയറുന്ന സമയത്ത് അന്ന് വലിയ വിഷയമുണ്ടായി. അന്ന് വലിയ വിഷയം ഉണ്ടായെന്ന് വെച്ചാൽ വി എസ് അച്യുതാനന്ദനെ മുഖ്യമന്ത്രി ആക്കില്ല. അന്ന് പാലോളി മുഹമ്മദ് കുട്ടിക്ക് പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാം എന്ന് അന്ന് പിന്നെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ അങ്ങനെ നേതൃത്വവും പാർട്ടി നേതൃത്വവും വി എസും രണ്ട് വഴിക്ക് പോയൊരു കാലം. അങ്ങനെ രണ്ടുപേരും പൊളിറ്റ് ബ്യൂറോയിലടക്കം രണ്ടുപേർക്കും ഇതിനെ നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്, പിണറായിക്കെതിരെയും വി എസിനെതിരെയും. അപ്പം ഇവർ രണ്ടുപേരും കൂടിയിട്ട് വലിയൊരു വിഷയം, വിഭാഗീയത ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയം. പിണറായി വിജയന് വി എസിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമെന്നില്ല, പക്ഷേ വി എസിനെ ഐക്കണാക്കി നിർത്തിക്കൊണ്ടാണ് പിന്നെ ഇവിടെ ഇത് വരുന്നത്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അങ്ങനെ പാർട്ടി നല്ല വിജയം നേടുകയും ചെയ്തു. അപ്പോൾ ആ വിജയത്തിന് ശേഷം പിന്നെ ഈ മുഖ്യമന്ത്രി ചർച്ച ഭയങ്കരമായിട്ട് നടക്കുന്നു. പിന്നെ വി എസ് പക്ഷക്കാർ ഇവിടെ വന്നിട്ട് ഭയങ്കരമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നു. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട് മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ പിന്നെ വി എസിനെ മുഖ്യമന്ത്രിയായി അങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിന് വലിയ ചർച്ചയിലേക്ക് വന്നു. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് വി എസ് എന്നുള്ള ഒരു പേരിങ്ങനെ കേൾക്കുകയാണ്. അപ്പം വി എസിന് കിട്ടിയൊരു പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ എല്ലാവരും വി എസിന് വേണ്ടി സംസാരിക്കുകയാണ്. കേരളത്തിലെ എല്ലാവരും വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് വി എസ് വലിയ സംഭവമായിട്ടാണ് ഏറ്റവും ഒടുവിൽ അധികാര കസേരയിലേക്ക് വി എസ് അച്യുതാനന്ദൻ അധികാരത്തിലേറുന്നത്. അപ്പം ആ കാലം കൊണ്ട് തന്നെ പുതിയ ട്രെൻഡ് സെറ്റ് ചെയ്തു. ആ ട്രെൻഡ് സെറ്റ് ചെയ്ത് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് 2011 തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ആ 2011 തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുതാനന്ദൻ വീണ്ടും അധികാരത്തിന്റെ പടിക്കലെത്തി. കേവല ഭൂരിപക്ഷത്തിലാണ് പിന്നെ വെറും 72 സീറ്റിലാണ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ കയറുന്നത്. ആ കള്ളക്കളിയെ കളിച്ചിട്ടാണ്. അത് വേറൊരു കാര്യം. അപ്പോഴും വി എസിന് സാധ്യത ഉണ്ടായിരുന്നു വീണ്ടും മുഖ്യമന്ത്രിയാകാൻ. പക്ഷേ വി എസ് പറഞ്ഞു വേണ്ട, ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നോളാം. അങ്ങനെ വീണ്ടും വന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് 2016 തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വീണ്ടും കയറുകയാണ് ഇടതുപക്ഷ സർക്കാർ. അപ്പം ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ. ഇവരാരും രാഷ്ട്രീയം അറിയാത്തവരൊന്നും അല്ലല്ലോ. ഇപ്പോൾ വി എസ് പിന്നെ നമ്മുടെ കെ സി ആണെങ്കിലും കേസ് തരാൻ പിന്നെ പോട്ടെ, കെ സി ആണെങ്കിലും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയാണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇവർക്കാർക്ക് രാഷ്ട്രീയം അറിയാത്ത ആളൊന്നും അല്ലല്ലോ. അപ്പം ഒരുപക്ഷെ ഇങ്ങനെ ഒരു തന്ത്രം കൂടി അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വി ഡി സതീശനെ എന്തോ വലിയ സംഭവമാക്കി അവതരിപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഒടുവിൽ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ചില നാടകങ്ങളുടെ ഭാഗമാണെന്ന് പറയേണ്ടി വരും.